ഹായ് ഹലോ ഏഞ്ചൽ ബ്ലെസ്സിങ് ടാരോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, പോസിറ്റീവ് ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂസിൻ്റെ ഈ വീഡിയോ കാണുന്ന വ്യൂസിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് എൻ്റെ വ്യൂസിൻ്റെ റിലേഷനെയും ബേസ് ചെയ്ത് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂസിൻ്റെ റിലേഷനെയും ബേസ് ചെയ്ത് പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഏറ്റവും പോസിറ്റീവായിട്ടുള്ള എനർജി കിട്ടേണ്ടതിനായി താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് വ്യൂസിൻ്റെ റിലേഷനെ ബേസ് ചെയ്ത് പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂസിൻ്റെ റിലേഷനെയും ബേസ് ചെയ്ത് പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. വ്യൂസിൻ്റെ പേഴ്സണെയും ബേസ് ചെയ്ത് പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. വ്യൂസിൻ്റെ പേഴ്സണെയും ബേസ് ചെയ്ത് കറണ്ട് ഫീലിങ്സ് പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് പ്ലീസ് ഗൈഡ് മീ. Please guide me mother universe, please guide me. Okay, thank you mother universe, 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 thank you Holy Spirit, thank you mother universe, thank you Holy Spirit. The Lovers 6 number ആണ്, എയർ സൈൻ ജെമിനി. 2 number ഏരീസ് ആണ്, ഫയർ സൈൻ. ജൂൺ ഫെബ്രുവരി. ഓക്കെ. ക്യൂൻ ഓഫ് വാൻഡ്സ് ഫയർ സൈൻ ആണ്. കിങ് ഓഫ് വാൻഡ്സ് ദ സ്ട്രെങ്ത്. ഓക്കെ. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് നിങ്ങളെ ഓർത്ത് ഒരുപാട് പ്രണയമാണ് ഇപ്പോൾ തോന്നുന്നത്. നിങ്ങൾ ആദ്യമായി കണ്ടുമുട്ടിയ സമയത്ത് നിങ്ങളോട് തോന്നിയ അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായി കണ്ടുമുട്ടിയ സമയത്തെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ടൈമിൽ ഓർക്കുന്നുണ്ട്. ഓക്കെ. നിങ്ങളുടെ ഇടയിൽ എത്ര സുന്ദരമായിട്ടുള്ള പ്രണയമായിരുന്നു ആദ്യം നിങ്ങൾ കണ്ടുമുട്ടിയ സമയത്ത്. എത്ര ബ്ലെസ്സിങ് ആയിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആ ലവ് റിലേഷനിൽ ഉണ്ടായിരുന്നത്. എത്രത്തോളം സ്റ്റേബിളായിരുന്നു നിങ്ങളുടെ റിലേഷൻ എന്നൊക്കെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ടൈമിൽ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ. നമുക്കത് ക്ലാരിഫൈ ചെയ്യാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ദ ലവേഴ്സ് കാർഡിനെ ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. കിങ് ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഫസ്റ്റ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് നിങ്ങളെ ഇഷ്ടമാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞതും നിങ്ങളോട് ഫസ്റ്റ് ലവ് ഷെയർ ചെയ്ത കാര്യത്തെക്കുറിച്ചും ഈ ഒരു കറണ്ട് ഫീലിങ്സിൽ ഓർക്കുന്നുണ്ട്. ഓക്കെ. കിങ് ഓഫ് കപ്പ് ജൂലൈ മാസമാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദ ലവേഴ്സ് ജൂൺ ജൂലൈ ഓഗസ്റ്റ്. ഓക്കെ. നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആകുന്നതെന്ന് നോക്കുക. ഓക്കെ. ഈ ഒരു മന്തിലായിരിക്കും നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തങ്ങളിൽ ഒരു റിലേഷൻ സ്റ്റാർട്ട് ചെയ്തത്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷനിൽ എന്തെങ്കിലും ഒരു ന്യൂ ബിഗിനിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവങ്ങൾ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈ മാസത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. ഓക്കെ.
അടുത്തത് 2 ഓഫ് കപ്പ്. നിങ്ങളുടെ പേഴ്സൺ ഒരു യാത്രയെക്കുറിച്ച് ആലോചിക്കുന്നു വെച്ചാൽ നിങ്ങളെ സെലക്ട് ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങൾ തങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റിൽ സിറ്റുവേഷനിലാണ് എങ്കിൽ, നിങ്ങളുമായിട്ട് ഒരു ലെസ് കോണ്ടാക്റ്റോ നോ കോണ്ടാക്റ്റോ ആണ് എങ്കിൽ, നിങ്ങളിലേക്ക് വരണമെന്നും നിങ്ങളെ കാണണമെന്നും നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ദ സണ്ണാണ് വന്നിരിക്കുന്നത്, ന്യൂ ബിഗിനിങ് ആണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരണമെന്ന് തന്നെ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ന്യൂ ബിഗിനിങ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ടൈമിൽ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ കാണാൻ വരണമെന്നും നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് വേണമെന്നും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ടൈമിൽ ആഗ്രഹിക്കുന്നുണ്ട്. ഡേറ്റ് വന്നിരിക്കുന്നത് 19 ആണ്, 10-1 ആണ് വന്നിരിക്കുന്നത്. ന്യൂ ബിഗിനിങ്ങിൻ്റെ നമ്പറാണ്. 2 നമ്പർ വന്നിരിക്കുന്നത്, മൂണിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇമോഷണൽ പരമായിട്ട് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ളൊരു പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ വൈറ്റ് ഡ്രസ്സ് ഒരുപാടായിട്ട് ഉപയോഗിക്കുക. നിങ്ങൾ ഒരുപാട് വൈറ്റ് ഡ്രസ്സ് തന്നെ ഒരുപാട് ടൈമിൽ ഉപയോഗിക്കുക. നിങ്ങളുടെ കിടക്കവിരിയെല്ലാം നിങ്ങൾ വൈറ്റ് ആക്കുക. ഓക്കെ, നിങ്ങൾ പായസം, വെള്ള കളറിൽ പായസം വെച്ച് മറ്റ് ആർക്കെങ്കിലുമൊക്കെ കൊടുക്കുന്നത് നല്ലതായിരിക്കും, ദാനം ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അടുത്തത് വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് വാൻഡ്സ് ആണ്. നിങ്ങളിപ്പം നിങ്ങളുടേതായ കാര്യങ്ങളിലേക്ക് തിരിഞ്ഞതായിട്ടും, അല്ലെങ്കിൽ നിങ്ങളുടെ വർക്കിലേക്ക് കൂടുതൽ ശ്രദ്ധ വെച്ചതായിട്ടും, നിങ്ങളുടെ വർക്ക് അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടാണെങ്കിൽ ശരി തന്നെ, നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് ഒരുപാട് മുന്നോട്ട് പോകുന്നതായിട്ടും, നിങ്ങൾ അതിലൊരുപാട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിട്ടും നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് സ്ട്രെങ്ത് ആയി കഴിഞ്ഞു. ഒരു ക്യൂൻ എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ, ഒരു രാജ്യം ഭരിക്കുന്ന ഒരു ക്യൂനിൻ്റെ സ്വഭാവം ഏത് രീതിയിലാണ്, ആ ഒരു രീതിയിലാണ് നിങ്ങളെ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നോക്കി കാണുന്നത്. ഇത്രയും നാളും നിങ്ങളിൽ നിന്ന് ഒരു പോസിറ്റീവായിട്ട് നിങ്ങളുടെ പേഴ്സൺ കണ്ടിരുന്നില്ല എന്നുണ്ടെങ്കിൽ, ഈ ഒരു സമയത്ത് നിങ്ങളെ ഏറ്റവും പോസിറ്റീവായ രീതിയിലാണ് നിങ്ങളെ നോക്കിക്കാണുന്നത്. നിങ്ങളുടെ മുമ്പിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇപ്പം നിങ്ങൾ നേരിടുന്നുണ്ടായിരിക്കും. കാരണം ഇവിടെ ഒരു ബ്ലാക്ക് കളറിലെ ക്യാറ്റ് ഉണ്ട്. കാരണം നിങ്ങൾക്ക് കുറച്ച് നെഗറ്റിവിറ്റീസൊക്കെ വന്നെന്നിരിക്കും, പക്ഷേ അതെല്ലാം നിങ്ങൾ തരണം ചെയ്ത് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് തന്നെ പോകും. ഓക്കെ, നിങ്ങൾ ഏതൊരു കാര്യവും വളരെ ശ്രദ്ധയോടു കൂടിയാണ് ഇപ്പം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മുമ്പ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും യാതൊരു വികാരങ്ങളോ ഒന്നുമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ എടുത്തുചാട്ടത്തോടു കൂടിയാണ് നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നതും എടുക്കുന്നതും നിങ്ങൾക്കെല്ലാം അതിൻ്റേതായ രീതിയിൽ നോക്കിക്കണ്ടാണ് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്നവർക്ക് മനസ്സിലായി. നിങ്ങൾ ഒരുപാട് മെച്യൂരിറ്റി വന്നതായിട്ടും, നിങ്ങൾ നിങ്ങളുടെ സ്ഥാനത്തെ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് രീതിയിലാണോ ആ ഒരു ഭാഗത്ത് നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ മുന്നോട്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നുണ്ട്. ഓക്കെ, 4 ഓഫ് സോഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണോ നിങ്ങളെ ഓർത്തിട്ട് ഒരുപാട് പെയിനാണ് ഈ ഒരു സമയത്ത് അനുഭവിക്കുന്നത്. കാരണം നിങ്ങളുടെ പേഴ്സൻ്റെ മാനസിക ബലവും എല്ലാം നഷ്ടമായിരിക്കുകയാണ്. നിങ്ങളോട് എന്തെങ്കിലും പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ഒരുപാട് കുറ്റബോധത്തിലായിരിക്കുകയാണ്. മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് അഡിക്ഷനിലൊക്കെ വന്നിരിക്കുകയാണ്. മദ്യപാനം പോലെയുള്ള അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള അഡിക്ഷൻ നിങ്ങളുടെ പേഴ്സൺ ഉണ്ട്, അല്ലെങ്കിൽ അത് കണ്ടിന്യൂ ആയിരുന്നു എന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ കൂടുതലായിട്ടുണ്ട്, ഇല്ല എന്നുണ്ടെങ്കിൽ പുതുതായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരിക്കാം. എന്ത് തന്നെയായിരുന്നാലും ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ മാനസികമായും ഒരുപാട് തകർന്ന അവസ്ഥയിലാണ്. നിങ്ങളോട് മാപ്പ് പറയണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ വരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളോടുള്ള സ്നേഹം അറിയിക്കണം, അല്ലെങ്കിൽ നിങ്ങളോട് വന്ന് മാപ്പ് പറയണം എന്നുള്ള രീതി നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ഈ കറണ്ട് എനർജിയിൽ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള സ്ട്രെങ്ത് നിങ്ങളുടെ പേഴ്സൺ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിലേക്ക് എത്തുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് വലിയൊരു ടാസ്ക് തന്നെയാണ്. കാരണം നിങ്ങളിൽ നിന്ന് അത്രയും പെയിൻ തന്നിട്ട് പോയൊരു വ്യക്തിക്ക് തിരിച്ചു വരിക എന്നുള്ളത് ഒരു ടാസ്ക് തന്നെയാണ്. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ സ്ട്രെങ്ത് എടുക്കുകയാണ്. അതിന് ഡിവൈൻ്റെ ഹെൽപ്പെല്ലാം വാങ്ങുന്നുണ്ട്. മാനസികമായിട്ടാണെങ്കിലും ശരി തന്നെ, ദൈവികമായിട്ടാണെങ്കിലും അവർ അതിനുള്ള സ്ട്രെങ്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ്.
അവരുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും അവർ മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അവർ തയ്യാറായിരിക്കുകയാണ്. ജീവിതത്തിൽ എന്തൊക്കെ അവർക്ക് നേട്ടങ്ങളുണ്ടായോ അതിനെല്ലാം പിന്നിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങളിലേക്കൊരു ലക്ഷ്യം കാണും എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങളിലേക്ക് വരികയാണ് നിങ്ങളുടെ പേഴ്സൺ. ദ സ്ട്രെങ്ത് ആണ് വന്നിരിക്കുന്നത്. ദ സ്ട്രെങ്ത് 10 ഓഫ് പെൻഡിക്കിളാണ്. നിങ്ങളുമായിട്ടൊരു ഫാമിലി, ഒരു ഹാപ്പി ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള സ്ട്രെങ്ത്, അത് നിങ്ങളുടെ ഫാമിലിയെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള കാര്യം ഫാമിലിയെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം. എന്ത് തന്നെയായിരുന്നാലും സ്ട്രെങ്ത് എടുക്കുന്നത് ഫാമിലിക്ക് വേണ്ടിയിട്ടാണ്. കാരണം നിങ്ങളുമായിട്ടൊരു റിലേഷൻ, ഫാമിലി പോലെയുള്ള ഒരു റിലേഷൻ അല്ലെങ്കിൽ അത്രത്തോളം ഒരു ബോണ്ടിങ് നിങ്ങളുമായിട്ട് വരണം. ഓക്കെ, ഫാമിലി പോലെയുള്ള ഒരു ബോണ്ടിങ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് തരണം എന്നുള്ള രീതിയിൽ, നിങ്ങളോട് വിശ്വസ്തത കാണിക്കണം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുട്ടികളില്ല എന്നുണ്ടെങ്കിൽ വിവാഹം കഴിച്ചവർക്ക് കുട്ടികൾ വേണം എന്നുള്ള ആഗ്രഹങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളിലും നിങ്ങളുടെ പേഴ്സൺ ചിന്തിച്ച് അതിനുള്ള ഒരു റീസൺ അല്ലെങ്കിൽ സ്ട്രോങ് ആവുകയാണ്. ഈ ഒരു റിലേഷനെ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് റീച്ച് ഔട്ട് ആവുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ട്രെങ്ത് നേടുകയാണ്. ഇത് ചാരിയറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ അവർക്ക് നിങ്ങളോട് ഇപ്പോഴും മാനസികമായിട്ടുള്ള ഒരുപാട് പെയിൻ അനുഭവിക്കുന്നുണ്ട്. കാരണം നിങ്ങളോട് ചെയ്തു പോയ തെറ്റുകൾക്ക് അവരിപ്പം മാപ്പ് ചോദിക്കുകയാണ്. നിങ്ങളുടെ മുന്നിൽ ചോദിക്കുന്നില്ല എന്നുണ്ടെങ്കിലും സ്വന്തം മനസാക്ഷിയുടെ മുന്നിൽ അവരൊരുപാട് പെയിൻ അനുഭവിക്കുകയാണ്. അവരിപ്പോൾ പല അഡിഷനുകളിലും ആയിരിക്കുകയാണ്. കാരണം ആ ഒരു പെയിൻ റിക്കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം. അല്ലെങ്കിൽ ഇതുപോലുള്ള ടാരോ റീഡുകളും കാര്യങ്ങളൊക്കെ കാണുന്നത് കൊണ്ടായിരിക്കാം. കാരണം നിങ്ങളെപ്പോലെ തന്നെ അവരും ഈ ടാരോ റീഡിങ്ങും കാര്യങ്ങളുമൊക്കെ മനസ്സിലാക്കി കാണുന്നുണ്ടായിരിക്കും. അവർ ഒരുപാട് പെയിനിലാണ്. 10 ഓഫ് സോഡിൻ്റെ പെയിനിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ. ക്യൂൻ ഓഫ് വാൻസ് വന്നിരിക്കുന്നതും അതുപോലെ തന്നെയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ തന്നെയാണ്. അവരുടെ മറ്റു കാര്യങ്ങളിലൊന്നും അവർ ശ്രദ്ധിക്കുന്നില്ല. അവരുടെ സ്ഥാനങ്ങളോ അല്ലെങ്കിൽ അവർ ഏത് സിറ്റുവേഷനിലാണോ അതിലൊന്നും അവർക്ക് ഇപ്പോൾ അവരുടെ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും അതിലൊന്നും അല്ല, നിങ്ങളിലേക്കാണ് അവരുടെ ഫോക്കസ് വന്നിരിക്കുന്നത്. അവർ നിങ്ങളെ തന്നെ നോക്കുകയാണ്. നിങ്ങളുടെ ഇമോഷൻ എന്താണ്, അവരിലേക്ക് വരാൻ തയ്യാറാണോ എന്നുള്ള രീതിയിൽ നിങ്ങളിലേക്ക് ഒരുപാട് അട്രാക്ഷൻ തോന്നുകയാണ്. ഒരുപാട് സ്നേഹം തോന്നുകയാണ്. നിങ്ങൾ ഫിസിക്കലായിട്ടാണെങ്കിൽ ശരി തന്നെ നിങ്ങളിലേക്ക് ഒരുപാട് ആഗ്രഹിക്കുകയാണ്. ഓക്കെ, ഈ ഒരു ടൈമിൽ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ 10 ഓഫ് സോഡിൻ്റെ പെയിനും അവർക്കുണ്ട്. കാരണം നിങ്ങളെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലാക്കി, അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഉപേക്ഷിച്ച് പോകേണ്ടി വന്നു എന്നുള്ളതിനെ ഓർത്തിട്ട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ അതീവമായിട്ടുള്ള പെയിനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ ആക്ഷൻ എടുത്തത് എന്താണെന്ന് നോക്കാം. എന്ത് ആക്ഷനാണ് ഈ ഒരു ചാരിയറ്റ് വഴി നിങ്ങളുടെ പേഴ്സൺ എടുക്കാൻ പോകുന്നത്? ചാരിയറ്റ് വന്നിരിക്കുന്നത്. ഈ ചാരിയറ്റ് വഴി എന്ത് ആക്ഷനാണ് എടുക്കാൻ പോകുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്ത് ആക്ഷനാണ് എടുക്കാൻ പോകുന്നത്? ക്യൂൻ ഓഫ് സോഡാണ് വീണ്ടും വന്നിരിക്കുന്നത്. ഓക്കെ, സോ ക്യൂൻ ഓഫ് സോഡ് നിങ്ങളിലേക്ക് എന്ത് തന്നെ ആയിരുന്നാലും നിങ്ങളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ വേണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ്. ചാരിയറ്റിനെ ക്ലാരിഫൈ ചെയ്ത് വന്നത് ദ ക്യൂൻ ഓഫ് സോഡാണ്. നിങ്ങളിലേക്ക് വരുന്നത് ഒരു കമ്മ്യൂണിക്കേഷന് തന്നെയാണ് വരുന്നത്. ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു പോസിറ്റീവ് റിസൾട്ട് അവർക്ക് കിട്ടേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സറിയേണ്ടതായിട്ടുണ്ട്. നിങ്ങളിലേക്ക് അവർ വരികയാണ്. നിങ്ങളുമായിട്ട് നേരിട്ട് കാണും, സംസാരിക്കും. ഒരു സിംഗിൾ പേരൻ്റ് ആയിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ, അല്ലെങ്കിൽ സിംഗിൾ മദറോ ഫാദറോ ആയിരിക്കാം. എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തത്തോട് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഒരുപാട് ആൾക്കാർ അവരുമായിട്ട് അവരുടെ അടുത്ത് വന്ന് ഒരുപാട് സംസാരങ്ങൾ, കാരണം അവർ ഒരുപാട് ആൾക്കാരെ ഉപദേശിക്കുന്ന വ്യക്തികളായിരിക്കാം. നല്ല പോസിറ്റീവ് തിങ്കറായിരിക്കാം. അവർ ഒരുപാട് പേർക്ക് അഡ്വൈസ് കൊടുക്കുന്ന വ്യക്തികളായിരിക്കാം. ഏതെങ്കിലും അഡ്വൈസിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ജോലികളായിരിക്കാം അവർക്കുള്ളത്. ഓക്കെ, അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നിരുന്നാൽ തന്നെയും, അല്ല നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നിരുന്നാൽ തന്നെയും അതെല്ലാം കടന്നുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് റീച്ച് ഔട്ട് ആവും. നിങ്ങളുടെ ക്ലാരിറ്റി വേണം. നിങ്ങളുമായിട്ട് സംസാരിക്കണം. ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും എന്ത് തന്നെയായിരുന്നാലും പോസിറ്റീവായാലും നെഗറ്റീവായാലും അതിലൊരു കമ്മ്യൂണിക്കേഷൻ വേണമെന്ന് തീരുമാനിച്ചു കൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ തരുന്ന ഒരു മെസ്സേജ് എടുക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്ത് മെസ്സേജാണ് പേഴ്സൺ എൻ്റെ വ്യൂസിന് കൊടുക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ.
നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് ഇതാണ്. ആരുടെ ഭാഗത്താണ് നമ്മളുടെ ഭാഗത്ത് ആരുടേതാണ് തെറ്റി എന്നുള്ള കാര്യം നിങ്ങളുടെ പേഴ്സൺ അറിയാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഒരു ചാരിയറ്റാണ് വന്നിരിക്കുന്നത്. കമ്മ്യൂണിക്കേഷനുമായിട്ട് ക്യൂൻ ഓഫ് സോഡ്. തീർച്ചയായിട്ടും നിങ്ങളോട് ഒരു ഉറച്ച തീരുമാനത്തിൽ ഒരു കുറച്ച് കമ്മ്യൂണിക്കേഷന് വേണ്ടി തന്നെയാണ്, ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് വരുന്നത്. ആരുടെ ഭാഗത്താണ് എന്ത് തെറ്റാണ് ഈ ഒരു റിലേഷൻ ഇങ്ങനെ ആവാൻ കാരണമെന്ന് നിങ്ങളുടെ പേഴ്സണ് രണ്ടുപേരുമായിട്ട് സംസാരിച്ച് അറിയേണ്ടതായിട്ടുണ്ട്. എന്ത് തന്നെ ആയിരുന്നാലും ചിലപ്പോൾ നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണകളായിരിക്കാം നിങ്ങൾ തങ്ങളിൽ വേർപെടുത്തിയത്. എന്താണ് എന്നുള്ളതിൻ്റെ പൂർണ്ണമായ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളടുത്ത് റീച്ച് ഔട്ട് ആവുന്നതായിരിക്കും. നോക്കാം എത്ര ദിവസത്തിനകം അല്ലെങ്കിൽ എത്ര മാസത്തിനകം വരുമെന്നുള്ള കാര്യം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ ഈ ഒരു കാര്യം ചോദിക്കാനായിട്ട്, ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് എപ്പോഴാണ് വരുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എപ്പോഴാണ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ അടുത്തോട്ട് വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ വരുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എപ്പോഴാണ് വരുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ. ഒരു കറക്റ്റ് റിസൾട്ട് തരണമേ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഏറ്റവും കറക്റ്റായിട്ടുള്ള ഒരു റിസൾട്ട് തരണമേ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇത് ന്യൂ ബിഗിനിങ് തന്നെയാണ് വരുന്നത്. പെൻഡിക്കിളാണ് വന്നിരിക്കുന്നത്. എന്തായാലും അധികം നാൾ കാണത്തില്ല, എങ്കിലും ഒരു 8-9 മാസം, ഓക്കെ, ഒരു വർഷത്തിനകം എന്തായിരുന്നാലും നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളൊരു റീയൂണിയന് വേണ്ടിയിട്ട് എന്തായാലും ഒരു റീയൂണിയൻ സംഭവിക്കണമെങ്കിൽ ഒരു വർഷമെങ്കിലും നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ അതിന് മുന്നേ തന്നെ കമ്മ്യൂണിക്കേഷൻ വരും. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ എപ്പോഴാണുള്ളത്? നിങ്ങളുടെ റീയൂണിയൻ വരുന്നത് എന്തായിരുന്നാലും ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്തായിരുന്നാലും റീയൂണിയൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും. പെൻഡിക്കിളാണ്. പെൻഡിക്കിൾ സൂചിപ്പിക്കുന്നത് 1 ഇയർ ആണ്. ഇയേഴ്സാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, 1 ഇയർ ആണ് സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഡിവൈൻ്റെ ബ്ലെസ്സിങ് നിങ്ങൾക്കുണ്ട്. ഒരു ഗ്രോത്ത് ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ. നിങ്ങൾ രണ്ടുപേരും ഒരു സ്റ്റേബിളായിട്ടുള്ള ഒരു റിലേഷൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. നിങ്ങളുടെ ലൈഫിൽ ഡിവൈൻ്റെ ഹെൽപ്പ് ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിവൈൻ പവർ ഉണ്ട്. നിങ്ങളുടെ റിലേഷൻ ഏറ്റവും ബെറ്ററായി തീരും. പക്ഷേ ഒരു വർഷം നിങ്ങൾ എന്തായിരുന്നാലും ഇതിനു വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ തീർച്ചയായിട്ടും ഇതിന് മുന്നേ തന്നെ നടക്കും. പക്ഷേ നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ, നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരുമിച്ച് ഒരു ലൈഫ് മുന്നോട്ട് പോകാൻ ഒരു വർഷത്തെ കാത്തിരിപ്പ് നിങ്ങൾക്ക് വേണ്ടി വരും. തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നിക്കും എന്നുള്ളതാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ എത്ര നാളുകൾക്ക് മുമ്പ് നടക്കും, എത്ര നാൾ പിടിക്കും? നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരാൻ എത്ര നാൾ പിടിക്കും? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ. കോണ്ടാക്റ്റിൽ എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണും തങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുവാൻ, അവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വരാൻ എത്ര സമയം പിടിക്കും? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ. കറക്റ്റ് റിസൾട്ട് നൽകണമേ. പ്ലീസ് ഗൈഡ് മീ. കപ്പാണ് വന്നിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. കമ്മ്യൂണിക്കേഷൻ പറയുന്നത് മാസമാണ് പറയുന്നത്. കപ്പ് പറയുന്നത് മാസത്തിലാണ്. അപ്പം പെൻഡിക്കിൾ പറയുന്നത് വർഷവും, കപ്പ് കാണിക്കുന്നത് മാസങ്ങളുമാണ്. അപ്പം നിങ്ങളുടെ ഇടയിൽ കുറച്ച് മാസങ്ങൾക്കകം, ഏകദേശം കുറച്ച് മാസങ്ങൾക്കകം ഒരു കമ്മ്യൂണിക്കേഷൻ വരും. നിങ്ങൾ പോസിറ്റീവായിരിക്കുക. ഇത് എത്രയും പെട്ടെന്ന് ഈ ടൈം പീരീഡ് ഏറ്റവും ചുരുങ്ങി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക, മെഡിറ്റേറ്റ് ചെയ്യുക, എക്സസൈസ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ടൈം പീരീഡ് നിങ്ങൾക്ക് കുറച്ചുകൂടി ഒന്ന് കുറഞ്ഞ് കിട്ടുന്നതായിട്ട് കാണാം. ഇതെന്തായിരുന്നാലും 1 മാസത്തിനുള്ളിൽ 9 മാസത്തിനിടയ്ക്ക് വെച്ച് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നതാണ്. 1 വർഷത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ റീയൂണിയൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഓക്കെ, ഈ എനർജി ആർക്ക് പിക്ക് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. ഒരുപാട് പേര് കാണുന്നതാണ്. അപ്പം ഇത് കറക്റ്റായിട്ട് ഇതെല്ലാം റെസനേറ്റായി വരുന്ന വ്യക്തികൾക്ക് മാത്രമായിരിക്കും ഇത് പിക്ക് ചെയ്യുന്നത്. ഈ ഒരു റിസൾട്ട് വരുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ റീയൂണിയൻ ഉണ്ടായിരിക്കും. പക്ഷേ 1 വർഷം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ വരുന്നത് തീർച്ചയായിട്ടും കുറച്ച് മാസങ്ങൾക്കകം നിങ്ങൾക്ക് എന്തായാലും കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും. തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഇത്രയും ടൈം മുന്നോട്ട്
പോകത്തില്ല. കുറച്ചുകൂടി നിങ്ങൾക്കത് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുകയും യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓഫർ വയ്ക്കുകയും ചെയ്യും. അപ്പോൾ യൂണിവേഴ്സിൻ്റെ ഓഫർ അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് ലഭിക്കും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് സെൽഫ് ലവ് ചെയ്യുക, മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യുക, പിന്നെ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഈ കാണുന്ന എനർജിയിൽ, ഈ കിട്ടിയിരിക്കുന്ന എനർജിയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടോ, നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടോ എന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഈ വീഡിയോസ് കാണുന്ന വ്യക്തിയുടെ പേഴ്സണ് ഈ എനർജി പിക്ക് ചെയ്തിരിക്കുന്ന, ഈ കറക്റ്റ് എനർജി വന്നിരിക്കുന്ന വ്യക്തിക്ക് തേർഡ് പാർട്ടി ഉണ്ടോ, അവരുടെ ലൈഫിൽ തേർഡ് പാർട്ടി ഉള്ള എനർജിയാണോ ഈ വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ. തേർഡ് പാർട്ടി ഉണ്ടായിരുന്നോ? ഇപ്പോൾ എന്തായിരുന്നു തേർഡ് പാർട്ടി എനർജി കാണുന്നില്ല. തേർഡ് പാർട്ടി ഉണ്ടായിരുന്നോ എന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. തേർഡ് പാർട്ടി ഉണ്ടായിരുന്നോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇല്ല, നിങ്ങളുടെ ജീവിതത്തിൽ തേർഡ് പാർട്ടി അല്ല, സാമ്പത്തികമാണ് നിങ്ങളുടെ ജീവിതത്തിൽ തേർഡ് പാർട്ടി ആയിട്ടിരിക്കുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് പ്രായമായ വ്യക്തികളാണ് നിങ്ങളുടെ ഇതിൽ തേർഡ് പാർട്ടി ആയിട്ടുള്ളത്. എന്തായിരുന്നാലും ലവ് തേർഡ് പാർട്ടി ഈ സിറ്റുവേഷനിൽ, ഈ എനർജിയിൽ, ഈ റീഡിങ്ങിൽ തീർച്ചയായിട്ടും ലവ് തേർഡ് പാർട്ടി ഇല്ലാത്ത റീഡിംഗ് ആണ്. ഉള്ള തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒന്ന് സാമ്പത്തികവും മറ്റൊന്ന് കുറച്ച് അവരുടെ പേരൻസ് ആരെങ്കിലും ആയിരിക്കാം. ഓക്കെ, ഇതായിരിക്കും നിങ്ങളുടെ ലൈഫിലുള്ള തേർഡ് പാർട്ടി. അല്ലാതെ മറ്റൊന്നും ഇതിൻ്റെ അകത്ത് തേർഡ് പാർട്ടി ആയിട്ട് ലഭിക്കുന്നില്ല. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ റീഡിങ് റെസനേറ്റ് ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പം റീഡിങ്ങിൽ എന്തെങ്കിലും മാനസികമായിട്ട് നിങ്ങൾക്ക് പെയിൻ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനോട് ക്ഷമിക്കുക. കാർഡിലുള്ളത് കണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നിങ്ങളെല്ലാവരും പോസിറ്റീവായിരിക്കുക, സെൽഫ് ലവ് ചെയ്യുക, മെഡിറ്റേറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.